അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരം കണ്ടാലോ. അപ്പം ഞങ്ങളിത് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഇപ്പോൾ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മീൻ കിട്ടിയത് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് മീൻ മേടിക്കും. നല്ല ഫ്രഷ് മീൻ കിട്ടും നമ്മളവിടെ. അപ്പോൾ അത് തന്നെ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളിത് ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മീനും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മീനൊന്ന് മസാല തേച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ അപ്പം തന്നെ വേഗം ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി പോയി പറിച്ചിട്ട് വേണം. അപ്പോൾ ഇഞ്ചി പറിക്കാൻ പോയിട്ടുണ്ട് അമ്മ. അപ്പോൾ അത് നന്നാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ ഇനി അതൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ഓൾറെഡി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ചതച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മീനിൽ എപ്പോഴും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ചട്ടിയിലോട്ട് നമ്മുടെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ. ഇനി നമുക്ക് നല്ലപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മീൻ നമ്മൾ ഓൾറെഡി നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആ മസാലയുടെ പാകത്തിന് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീനേയും കൂടിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അതിൻ്റെ വരഞ്ഞതിൻ്റെ ഇടയിലേക്കൊക്കെ ഈ മസാല കറക്റ്റായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചട്ടി എടുത്തത്. പാത്രത്തിലാക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷായിട്ട് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതായാലും കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ചട്ടിയിലിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് ഏതായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കിത് മസാല തേച്ചൊന്ന് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ മസാല തേച്ചിട്ടുള്ള മീൻ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീനിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇതുപോലെ ചെറിയ പീസുകളാണ് ഇഷ്ടം. അപ്പോൾ അത് തന്നെ ഒരു മീനിൽ തന്നെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കും. എല്ലാവർക്കും നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ മിക്ക മീനും ഇതുപോലെ പീസുകളാക്കി, അയിലായാലും ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ വറുക്കുക. വലിയ മീനുകളൊക്കെ ഇങ്ങനെ കുഞ്ഞേ പീസുകളാക്കും. അങ്ങനെയാണ് വറുത്തെടുക്കുക. അത്യാവശ്യം ഫുൾ മീനായിട്ട് അങ്ങനെ വറുക്കലില്ല പൊതുവേ. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി കറിയുടെ പരിപാടികൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്ന് അരച്ച് വെക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. നമ്മൾ അരപ്പ് ചേർക്കാറില്ല. നമ്മൾ അതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലയിടത്ത് നമ്മൾ അരപ്പ് ചേർത്ത് കറി വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാല് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടിയിലോട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള മീനുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പാല് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാല് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ചും കൂടെ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ പാലും കൂടെ ചേർത്ത് അടപ്പത്ത് വെക്കാം. അതിനുശേഷം മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുടപ്പുളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുടപ്പുളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക, നല്ല എരിവിനും കളറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കറി നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ മീൻകറി അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമുക്ക് വിചാരിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിക്കാം. ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഊണ് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ കറിയും അതുപോലെ തന്നെ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മീൻ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു.